Hello friends, welcome back to the channel. ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് വെച്ചാൽ എങ്ങനെയാണ് നമ്മൾ യൂട്യൂബ് ചാനലിൻ്റെ എബൌട്ട് സെക്ഷനിൽ നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക്, അതേപോലെ ഫേസ്ബുക്കിൻ്റെ ലിങ്ക്, അങ്ങനെ നമ്മളിപ്പോൾ എന്തിൻ്റെ ലിങ്കൊക്കെ എങ്ങനെയാണ് ആഡ് ചെയ്യാമെന്നാണ്. സോ ഇതേപോലെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു ടൈറ്റിലിൽ ക്ലിക്ക് ചെയ്താൽ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലേക്ക് അതേപോലെ തന്നെ വാട്സപ്പിൻ്റെ നമ്പർ, അതേപോലത്തെ ഇങ്ങനെയൊക്കെ എങ്ങനെ ആഡ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ ഈ വീഡിയോ എടുക്കാൻ കാരണം വെച്ചാൽ ഞാൻ ഫസ്റ്റ് വിചാരിച്ചതെന്ന് വെച്ചാൽ മോണിറ്റൈസേഷൻ കഴിഞ്ഞാലാണ് ഇതേപോലെ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഫസ്റ്റ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഒരു യൂട്യൂബറിനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. സോ വളരെ കുറവ് എമൗണ്ട് സബ്സ്ക്രൈബേഴ്സും ഉള്ളൂ, പക്ഷേ 400 സംതിങ് ഉള്ളൂ. പക്ഷേ ആളെ കണ്ടൻസും പിന്നെ അതേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ ഹൈ ക്വാളിറ്റിയിൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന ഒരാളായിരുന്നു. സോ ഞാൻ ആളുടെ എബൌട്ട് സെക്ഷനിൽ ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ വായിക്കാൻ വേണ്ടി പോയതാണ്. സോ അവിടെ ഞാൻ അതേപോലെ ഇൻസ്റ്റാഗ്രാമിൻ്റെ അതേപോലെ തന്നെ ഫേസ്ബുക്ക് അങ്ങനത്തെ എബൌട്ട് സെക്ഷനിൽ ഇതേപോലെ ലിങ്ക്സ് കണ്ടു. പക്ഷേ ഞാൻ വിചാരിച്ചു ഫസ്റ്റ് 1K സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞാലാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, പക്ഷേ അല്ലാന്ന് മനസ്സിലായി. സോ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. സോ അധികം ആൾക്കാർക്കൊക്കെ അറിയില്ല എന്നാണ് വിചാരിക്കുന്നത്. സോ കുറേ ആൾക്കാരെ ഞാൻ യൂട്യൂബ് വിസിറ്റ് ചെയ്തിട്ടുണ്ട്, ചാനലുകളൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. സോ അധികം ആൾക്കാരൊന്നും ഇതേപോലെ ആഡ് ചെയ്തിട്ടില്ല. ഞാൻ വലിയ വലിയ യൂട്യൂബേഴ്സിനല്ല പറയുന്നത്, സ്മോൾ എമൗണ്ട് സബ്സ്ക്രൈബേഴ്സുള്ള യൂട്യൂബേഴ്സിനാണ് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കാൻ കാരണം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ, അതേപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. യൂട്യൂബർ ആണെങ്കിൽ എന്തായാലും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. സോ ഞാൻ സമയം കാണില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിപ്പോൾ ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ ഇല്ലാത്തവരാണെങ്കിലും എളുപ്പത്തിൽ തന്നെ ചെയ്യാം. നമ്മളിപ്പോൾ മൊബൈൽ ഫോണിൽ ഫസ്റ്റ് തന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ക്രോം ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്യുക. സോ അതിന് ശേഷം നിങ്ങൾ youtube.com എന്ന് സെർച്ച് ചെയ്തിട്ട് യൂട്യൂബ് നമ്മൾ അക്കൗണ്ടിൽ ഇതാക്കി വെക്കുക. അതിനുശേഷം ഇവിടെ 3 ഡോട്ട് കാണാൻ പറ്റും. സോ അതിൽ നിങ്ങൾക്ക് ഡെസ്ക്ടോപ്പ് സൈറ്റ് ആക്കണം. സോ അതിപ്പോൾ ഞാനിപ്പോൾ ആക്കിയിട്ടുണ്ട്, അത് ഞാൻ ടിക്ക് വന്നിട്ടുള്ളത്. സോ നിങ്ങളാക്കിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ആക്കുക. അതിനുശേഷം ജസ്റ്റ് ഡെസ്ക്ടോപ്പ് സൈറ്റ് ആയാൽ ഒന്ന് ലോഡാവും, ഹോം പേജ് വരും. സോ അവിടെ സൈഡിലായി നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ ചാനലിൻ്റെ ഇതുണ്ടാവും. സോ അവിടെ യുവർ ചാനൽ എന്നുള്ള ഇതൊന്ന് ക്ലിക്ക് ചെയ്യുക. സോ നേരെ യൂട്യൂബിൽ പോകും. അതിനുശേഷം അവിടെ ക്രോമിൻ്റെ ഒരു ഐക്കൺ കാണും. സോ അതിനുശേഷം നിങ്ങൾ ഡയറക്റ്റ് ക്രോം ബ്രൗസറിലൂടെ ഇതിലേക്ക് കയറുക. സോ അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ നമ്മളെ വീഡിയോസ് കാണാൻ പറ്റും, അതേപോലെ തന്നെ പ്ലേലിസ്റ്റ്, ചാനൽ, അതേപോലെ തന്നെ എബൌട്ട് സെക്ഷൻ കാണാൻ പറ്റും. സോ എബൌട്ട് സെക്ഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു ഇൻ്റർഫേസാണ് വരിക. സോ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അടിയിൽ ഡീറ്റെയിൽസ്, പിന്നെ ഞാൻ ഇട്ട ഡിസ്ക്രിപ്ഷൻ, പിന്നെ നമ്മളെ വ്യൂവേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ സാധാരണ നമ്മളിപ്പോൾ യൂട്യൂബിൽ എങ്ങനെ കാണുന്നത് അതിൻ്റെ ഒരു വേറൊരു രീതിയിലാണ് ഇവിടെ ഉണ്ടാവുക. സോ അടിയിൽ ഇവിടെ ലിങ്ക്സ് എന്ന് കാണാൻ പറ്റും. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്കാണ് ഞാനിപ്പോൾ ആഡ് ചെയ്തിട്ടുള്ളത്. സോ അവിടെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്കിൽ നിന്ന് മാത്രമാണ് കാണിച്ചിട്ടുള്ളത്. പിന്നെ ഡീറ്റെയിൽസ് നമ്മളിപ്പോൾ എന്തെങ്കിലും എൻക്വയറിക്കൊക്കെ വേണ്ടിയിട്ട് ഇമെയിൽ ആഡ് ചെയ്യാൻ പറ്റും, അതിന് തൊട്ട് മുകളിൽ തന്നെ. അതിന് ശേഷം റേഞ്ചൊക്കെ ഒന്ന് കറക്റ്റ് ആയാൽ നമുക്ക് ഇതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐക്കണും അതേപോലെ ഫേസ്ബുക്കിൻ്റെ ഐക്കണും വരും. സോ അവിടെ തന്നെ നമ്മളിപ്പോൾ അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ ഇപ്പോൾ കാണിച്ചു തരാം. സോ അതൊന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു എഡിറ്റിൻ്റെ ഒരു ഓപ്ഷൻ വരും. സോ അതൊന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടുന്ന് ആഡ് ചെയ്യാനും അതേപോലെ തന്നെ ഇനിയും ആഡ് ചെയ്യാനും അതേപോലെ തന്നെ ഇപ്പോൾ ഇൻസ്റ്റയിൽ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മളിപ്പോൾ ലിങ്ക് പേസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും. പിന്നെ എത്ര വേണമെങ്കിൽ ആഡ് ചെയ്യുക, അങ്ങനത്തെ ഓപ്ഷൻസ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ അവിടെ ഞാനിപ്പോൾ എന്തായാലും ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്കിൻ്റെ മാത്രം ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയിപ്പോൾ വാട്സപ്പ് നമ്പർ, വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം അവിടെ ഡൺ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. സോ ഡൺ അടിക്കുക. അപ്പോൾ നിങ്ങളെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ആണെങ്കിലും ഫേസ്ബുക്കിൻ്റെ ആണെങ്കിലും ലിങ്ക് ഇവിടെ പേസ്റ്റ് ആയിട്ടുണ്ടാവും. പിന്നെ നമ്പർ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ നമ്പറും നമുക്ക് ഫോൺ നമ്പർ കൊടുക്കാൻ പറ്റും. സോ അവിടെ ഫോൺ നമ്പറൊക്കെ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഡൺ അടിച്ചാൽ റെഡി ആവുന്നതാണ്. സോ ഗൈസ്, അപ്പോൾ നമ്മളെ ഇങ്ങനെയാണ് എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഗൈസ്, അപ്പോൾ എൻ്റെ വീഡിയോ ഇത്ര ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ടൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങളെ യൂട്യൂബിലുള്ള ഫ്രണ്ട്സിന് കാര്യങ്ങൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇതോട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് വരുന്ന ആ ബെല്ലൈക്കൺ ഒന്ന് വിളിക്കുക. ഇതേപോലത്തെ വീഡിയോസൊക്കെ ഞാൻ ഇനി ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. അപ്പോൾ ഗൈസ്, അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മീ ആദിൽ.